അമ്മച്ചി പുതിയ ഒരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. കാലങ്ങളിൽ ചുമ മാറിയല്ല, ആ ചുമ മാറാൻ വേണ്ടി പണ്ടത്തെ ആളുകൾ മക്കൾക്ക് കൊടുക്കുന്ന മരുന്നാണ് അമ്മ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ അമ്മച്ചി പുതിയ ഒരു ടിപ്പായിട്ടാണ് വന്നേക്കുന്നത്. അത് ചുമ എത്ര മാറാത്ത ചുമയാണെങ്കിലും പണ്ട് കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന മരുന്നാണ്. ഒന്ന് പറഞ്ഞാമേ. നാരങ്ങ ചൂട് ചാരത്തിനകത്ത് ഇലയെ പൊതിഞ്ഞ് വാട്ടിയെടുക്കണം, ചുട്ടെടുക്കണം. ചാരത്തിൻ്റെ അകത്തേക്ക് ഈ ചൂട് ചാരത്തിൻ്റെ അടുപ്പിനകത്ത് അടുപ്പ് കത്തിച്ച അടുപ്പില്ലേ, ഇതിൽ ചൂട് ചാരത്തിലേക്ക് നാരങ്ങ നല്ല വാഴയുടെ ഇലയിൽ പൊതിഞ്ഞിട്ട് പൂത്തി വെച്ച് അതിൻ്റെ മുകളിൽ ചാരം ഇട്ട് വെക്കണം. അരമണിക്കൂർ ഇട്ട് കഴിയുമ്പം അതെടുത്ത് പൊളന്ന് അതിൻ്റെ പകുതി നീരെടുത്തിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്ത് കഴിക്കണം. ഏത് ചുമയും പോകുന്നതാണ് അമ്മച്ചി. 3 നാരങ്ങ കഴിച്ചാൽ ചുമ പരിച്ഛേദം മാറി. 3 നാരങ്ങ കഴിക്കണം. 3 ദിവസമായിട്ട് 3 നാരങ്ങ കഴിക്കുവാണെങ്കിൽ ഏത് ചുമയും മാറി കിട്ടുമെന്നാണ് അമ്മച്ചി ഉറപ്പ് പറയുന്നു. ഓക്കെ, താങ്ക് യു. ഇതാണ് നമ്മുടെ അമ്മച്ചി മുറുകൂട്ടി എന്ന ചെടി പറിച്ചുകൊണ്ട് വന്നതാണ് പറമ്പിൽ നിന്ന്. അപ്പോൾ ഇതെങ്ങനെയാണ് മുറുകൂട്ടിയുടെ മരുന്ന്? ഒറ്റ മരുന്നാണ്. കുറേ പേര് ആവശ്യപ്പെട്ടായിരുന്നു ഈ മുറുകൂട്ടി ചെടി കാണിക്കണം, അതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന മരുന്നെന്ന്. അപ്പം അമ്മച്ചി പോയി പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ്. അമ്മ ഈ മുറുകൂട്ടി എങ്ങനെയാണ് പറഞ്ഞു? ചതച്ച് വിഴിഞ്ഞ് ചതച്ചിട്ട് മുറിവിന് വെച്ച് കെട്ടിയ 5 കുത്തിക്കെട്ട് വരെയുള്ള മുറിവ് കരിഞ്ഞു കിട്ടും. ഈ ഇലയാണോ? ഇല എത്ര ഇല എടുക്കണം ഇതിന്? കുറേ 3-4 എടുത്താലും മതി. അങ്ങനെ ഒറ്റ 2 അങ്ങനെയൊന്നും ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ഇലയെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ചതച്ചിട്ട് നല്ലവണ്ണം നീര് മുറിവിലേക്ക് ഊറ്റിയിട്ടുണ്ടെങ്കിൽ നല്ലവണ്ണം ഉണങ്ങി കിട്ടുമെന്നാണ് അമ്മ പറയുന്നത്. കിട്ടും, മുറിവിച്ച് കിട്ടിയാൽ മതി. അപ്പോൾ പണ്ടൊക്കെ അമ്മയുടെ വീടുകളിൽ മരുന്നുകളും കുട്ടിക്കാലങ്ങളിൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കുന്ന മുറിവിനുള്ള മരുന്നാണ് മുറിവ് കൂട്ടി. അപ്പോൾ നമ്മുടെ അമ്മ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ താങ്ക് യു കേട്ടോ അമ്മേ. താങ്ക് യു. ഈ ഇല നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടെങ്കിൽ നിങ്ങൾ വെറുതെ വിടരുത്. ഇത് നമുക്ക് കടുക്കനില, നമുക്ക് പല്ലുവേദനയ്ക്ക് ഉള്ള ഒരു മരുന്നാണ്. പണ്ട് കാലങ്ങളിൽ മലബാറിൽ കുടിയേറ്റ കർഷകരായിരിക്കുമ്പോൾ അവരുടെ മക്കൾക്ക് വേണ്ടി അവരുപയോഗിച്ച ഒറ്റമൂലി മരുന്നുകളാണ് ഈ അമ്മച്ചി നമ്മളോട് പറയുന്നത്. ഈ ഇല വളരെ ഔഷധ ഗുണമുള്ള ഒരു മരുന്നാണ്. കടുക്കനില 3-4 എണ്ണം എടുത്ത് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി അത് ചതച്ച് അതിൻ്റെ നീരെടുത്ത് പഞ്ഞിയിൽ മുക്കി പല്ലുവേദനയുള്ള സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പല്ലുവേദനയ്ക്ക് ശമനം കിട്ടും. അത് മാറുമെന്നാണ് അമ്മ പറയുന്നത്. പണ്ട് കാലങ്ങളിൽ എല്ലാ ആളുകളും ഇതുപോലെയുള്ള പച്ചമരുന്നുകൾ കഴിച്ചും ഒറ്റമൂലി മരുന്നുകളിലൂടെയാണ് അവർ സുഖം പ്രാപിച്ചത്. അതിൻ്റെ അറിവിലൂടെ കൊണ്ടാണ് അമ്മയുടെ ഈ വാക്കുകൾ. ഈ ഇല കൊണ്ട് നമുക്ക് ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാം. തോരൻ വെക്കുവാൻ ഏറ്റവും നല്ല ഔഷധ ഗുണമുള്ള ഇലകളിൽ ഒന്നാണ് കടുക്കനില.